അതെ, 100% ആത്മവിശ്വാസമുണ്ട്. പെരുമ്പാവൂർ എന്ന് പറയുന്നത് എന്റെ തൊട്ട അയൽപക്കത്തുള്ള സ്ഥലമാണ്. പെരുമ്പാവൂരത്തെ ഓൾമോസ്റ്റ് പ്രശ്നങ്ങളും എനിക്കറിയാം. നിരന്തരം കണ്ടുകൊണ്ടും സംവദിച്ചുകൊണ്ടും ഇരിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു തൃപ്പൂണിത്തുറയിൽ അല്ല എന്നൊരു തോന്നലില്ല. അതേപോലെ തന്നെയാണ് എനിക്ക്. ഒരു കാര്യമായി കഴിഞ്ഞു. അതെ, മനസ്സുകൊണ്ട്. അതിൽ തന്നെ ഇപ്പോ BJP-യുടെ വേദിയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു BJP സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് വരുമെന്നുള്ളതാണ് പല ഘട്ടങ്ങളിലും കരുതിയിരുന്നത്. ഇത് പെട്ടെന്നൊരു ഒരു മാറ്റം. അതായത് BJP വിളിക്കുന്ന സമയത്തൊക്കെ മകള് ചെറുതായതുകൊണ്ടാണ് ഞാൻ മത്സരിക്കാതിരുന്നത്. തന്നെ അതിന്റെ ഒരു സമയമായിട്ടില്ല. നമുക്കും ഒരു പരുവപ്പെടൽ എന്ന് പറയുന്ന പഠിക്കാൻ വെറുതെ ചാടി ചെന്നിട്ടൊന്നും ചെയ്യാവുന്ന ഒരു കാര്യമല്ല സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം ഒരാളോട് ആവശ്യപ്പെടുമ്പോൾ നമുക്കത് തരാനായിട്ട് അവർക്ക് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ നമ്മളിലും ഉണ്ടാവണം. അപ്പോൾ എന്താ പറയാ, 2020യെ സംബന്ധിച്ചിടത്തോളം വികസനത്തിന്റെ ഒരു വലിയ പാത അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ജോയിൻ ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്ന് മനസ്സിലായത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ 2020യിലേക്ക് വന്നത്. അപ്പോഴാണ് ഒരു വിളി വരുന്നത്, സാബു ചേട്ടന്റെ വിളി വരുന്നത്. അപ്പോൾ BJP പ്രാവശ്യം ഒരു ക്ഷണം ഉണ്ടായിരുന്നു? ഇല്ല, അതിന് മുൻപ് തന്നെ ഇവിടുന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നാളുകളായിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ പിന്നെയും വിചാരിക്കും, വേണോ വേണ്ടയോ എന്ന് വിചാരിക്കും. പക്ഷേ വേണം എന്നുള്ള തീരുമാനത്തിൽ എത്തുന്നതിന് ഒരുപാട് ചിന്തകളുടെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് തന്നെ ഭയങ്കര തിരക്കിലാണല്ലോ അല്ലെ? അപ്പൊ അതിന്റെ ഇടയിൽ കൂടി ഇപ്പൊ രാഷ്ട്രീയത്തിലേക്കും കൂടി അമ്മയിലെ ഇപ്പൊ നമ്മൾ ചക്രം ഉരുട്ടി കഴിഞ്ഞു. വണ്ടി അത് മൂവായി, അതങ്ങനെ നന്നായിട്ട് സുഗമമായിട്ട് പോകുന്നുണ്ട്, ട്രാക്കിലായി. നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം ഉണ്ടായിരുന്നത് നമ്മുടെ അമ്മയുടെ കുടുംബസംഗമമാണ്. നമ്മളത് ഭംഗിയായിട്ട് എല്ലാവരും കൂടി അത് വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. 1.5 മാസം കൂടുമ്പോഴാണ് ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉള്ളത്. അപ്പം 1-2 കമ്മിറ്റിയിലൊക്കെ ഞാൻ പോയില്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഫോണും എല്ലാം ഉണ്ടല്ലോ, എല്ലാവരുടെയും ഒരു വിളിപ്പുറത്ത് നമ്മൾ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല മാനേജ് ചെയ്യാനായിട്ട്. ലക്ഷ്മിപ്രിയ കുറച്ചുകൂടി തുറന്നു പറയുന്ന ഒരാൾ കൂടിയാണ്. അപ്പോ പെരുമ്പാവൂരിലും അത് പ്രതീക്ഷിക്കാം അല്ലെ? തീർച്ചയായിട്ടും. അതായത് എന്തിനാ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് പെരുമാറേണ്ട ആവശ്യം എന്താ? അതുപോലെ ജനങ്ങൾക്കും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, അവർക്ക് എന്താണ് ആവശ്യങ്ങൾ എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ അടുത്തും പറയാനായിട്ട് അവർക്ക് സാധിക്കണം. അപ്പൊ ഞാൻ അത്രയും ഒരു ഫ്രീ ആയിട്ട് അവരോടൊപ്പം ഇരുന്നാലല്ലേ അവർക്ക് പറയാനായിട്ട്. നമ്മുടെ പ്രധാനപ്പെട്ട നടന്മാരും നടിമാരും ഒക്കെ വരില്ലേ പ്രചാരണത്തിന് എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആരുടെ പറഞ്ഞിട്ടില്ല. അവർക്ക് ഇതൊക്കെ ഭയങ്കര ഞെട്ടലായിരിക്കും. ആരുടെ പറഞ്ഞിട്ടില്ല. ലക്ഷ്മി 2020 ചർച്ചയായിരിക്കും അല്ലേ? ലക്ഷ്മി 2020 ഉണ്ടെന്ന് 24 കണ്ടു എന്നായിരിക്കും ഇപ്പൊ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രചരണത്തിന് എല്ലാരും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താ പറയാ, പിന്നെ നമ്മൾ ലാലേട്ടനും ജയറാമേട്ടനും എന്താ പറയാ, മമ്മൂക്കയും സിദ്ദിഖയും ദിലീപേട്ടനും ഒക്കെ വരണം എന്നാണ് എന്റെ ആഗ്രഹം.